നീറ്റ് ഭയങ്കര എളുപ്പമായി. എല്ലാവരും പറയുന്നുണ്ട് നീറ്റ് ഭയങ്കര ടഫ്, അങ്ങനെ പൊക്കി അങ്ങനത്തെ ഒരു വാക്ക് വന്ന് നീറ്റില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നീറ്റ് അത്ര ഡിഫിക്കൽട്ട് അല്ല. ഫുൾ NCERT ബുക്ക് മിനിമം ഞാൻ പറയാം, നെറ്റരുത്, നിങ്ങൾ മിനിമം 10 പ്രാവശ്യം വായിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നിക്കേത് സർ, നിക്കേത് ഗിരീഷ്. എവിടുന്ന എയിംസ് ഭുവനേശ്വർ, ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജസിന്. എയിംസ് ഭുവനേശ്വർ നിങ്ങളുടെ മെഡിസിനെ പറ്റിയിട്ടും ഡോക്ടർ ആകുന്നതിനെ പറ്റിയുള്ളവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇറക്കിയിട്ടുണ്ട് നിക്കേത് സർ. നിക്കേത് സറും കെവിൻ സാറിനെ പോലെ എൻ്റെ സെയിം സ്കൂളിൽ പഠിച്ചതാണ്, തൊട്ടപ്പുറത്തെ ക്ലാസ്സിലാണെന്നുള്ളൂ, ബയോ സയൻസ് എടുത്തിട്ട്. അപ്പോൾ നിക്കേത് സർ ഈ വീഡിയോയിൽ നിങ്ങളുടെ കോമൺ ഡൗട്ട്സ്, നിങ്ങൾ കുറെ ആൾക്കാർ കുറെ ഡൗട്ട്സ് വെച്ചിട്ടുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വെൽക്കം നിക്കേത് സർ. ഹലോ അലൻ, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നമുക്ക് നിക്കേത് സാറിനോട് ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത് എന്താ, SSLC കഴിഞ്ഞിട്ട് അല്ലെ 10th കഴിഞ്ഞിട്ട് എനിക്കൊരു ഡോക്ടറാണ്, ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ എന്ന ഫീൽഡിലേക്ക് കയറണേ ആദ്യം തന്നെ നമ്മൾ 11th and 12th സയൻസ് സ്ട്രീം ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സയൻസ് സ്ട്രീമിൽ ഏതെടുക്കണം ചോദിക്കും. സയൻസിൽ തന്നെ പല സ്ട്രീമുകളുണ്ടല്ലോ. അപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, PCB എന്ന് പറയും. ഈ മൂന്നെണ്ണമുള്ള ഏത് സ്ട്രീം നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റും. കാരണം മെഡിക്കലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബയോളജി. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും നമ്മളെ പ്രീ മെഡിക്കൽ ടെസ്റ്റിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ബയോ മാത്സ് എടുക്കാം, ബയോ ലീഗൽ എടുക്കാം, ബയോ ലാംഗ്വേജ്, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ കോർ സബ്ജക്ട്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിക്കേത് ഒരു എക്സാമിനെ പറ്റി പറഞ്ഞു, ഒരു പ്രീ മെഡിക്കൽ എൻട്രൻസോ എന്തൊരു ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്താണെങ്കിലും എക്സാം എഴുതണം, +1 +2 ബയോളജിയോടൊപ്പം. പക്ഷേ എന്തൊരു വേറെ എക്സാമിനെ പറ്റി പറഞ്ഞു, അതൊന്ന് പറയാമോ? ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ കെവിൻ സാറൊക്കെ പറഞ്ഞ പോലെ JEE മെയിൻസ്, JEE അഡ്വാൻസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് കയറണമെങ്കിലും നമുക്കൊരു പ്രീ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതും ഒരു എൻട്രൻസ് എക്സാം തന്നെയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ നീറ്റ് എന്ന് പറയുക, നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ്. ആദ്യം നമുക്ക് APMT ആയിരുന്നുള്ളത്, പിന്നെ എയിംസ്, ജിപ്മറൊക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്താണ് എല്ലാം കൂടെ നീറ്റ് തന്നെ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എയിംസ് കയറണമെങ്കിലും ജിപ്മർ കയറണമെങ്കിലും ഏത് മെഡിക്കൽ കോളേജ് കയറണമെങ്കിലും നീറ്റ് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം നീറ്റിൽ റാങ്ക് കൂടുന്നതനുസരിച്ച് നല്ല കോളേജ് കയറാം, അങ്ങനെയാണ് നിക്കേത് സർ എയിംസിൽ കയറിയത്? ഹയർ റാങ്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഹയർ കോളേജസ് ഒക്കെ കയറാം, പിന്നെ കയറിയെന്നും പറയാം. ഓക്കെ, അപ്പൊ ഞാൻ +2 കഴിഞ്ഞു, ബയോളജി എടുത്തു, നീറ്റ് എഴുതി, ഇനി എന്താ? ഇനി നമ്മൾ കേൾക്കുന്ന MBBS തന്നെയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് നീറ്റ് കഴിഞ്ഞിട്ട് പല ഓപ്ഷൻസ് ഉണ്ടാവും, അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. നിങ്ങൾക്ക് MBBS ചെയ്യണമെന്ന് വെച്ചാൽ MBBS ചെയ്യാം, ഡെന്റിസ്ട്രിക്ക് പോകണമെങ്കിൽ BDS ചെയ്യാം. പിന്നെ പലത് അഗ്രികൾച്ചർ വരെ ഉണ്ട്, വെറ്ററിനറി, അഗ്രികൾച്ചർ, നഴ്സിംഗ് വരെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം, പാരാമെഡിക്കൽ, അങ്ങനെ പല കോഴ്സും നീറ്റ് എഴുതിയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിക്കേത് ഈ പറഞ്ഞ വെറ്ററിനറി, BDS അതിൽ ഏതാണ് സെലക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞ ഓപ്ഷൻസിൽ തന്നെ ഉണ്ടായിരുന്ന MBBS ആണ് ചെയ്യുന്നത്. അപ്പോൾ MBBS ആണ് എല്ലാവരും പൊതുവെ പറയുന്നത്, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അതിൻ്റെ അകത്ത് ഡോക്ടർ ആവാന്ന് വെച്ചാൽ എല്ലാവരും മെയിൻലി ഉദ്ദേശിക്കുന്നത് MBBS ആണ്. നിങ്ങൾക്ക് BDS വഴിയും ഡോക്ടർ ആവാം, പക്ഷേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന MBBS. ഓക്കെ, അപ്പൊ ഈ MBBS എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ബാച്ചുലർ ഓഫ് മെഡിസിൻ, ബാച്ചുലർ ഓഫ് സർജറി എന്ന് പറയും. അത് BMMS അല്ലേ? അപ്പൊ MBBS ഫുൾ ഫോം എന്താ? അതാണ് ഓക്കെ, അത് ശരിക്കും പറഞ്ഞാല് അതൊരു ലാറ്റിൻ വന്നതാണ്. ഇപ്പൊ മെഡിസിനെ ബാക്കലോറിയസ് ചിറർജി. ഓക്കെ, അതെനിക്കൊന്നും മനസ്സിലായില്ല, അതാണല്ലേ MBBS ഫുൾ ഫോം? നമ്മൾ ആർക്കും മനസ്സിലായില്ല, പക്ഷെ റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ബാച്ചുലർ ഓഫ് മെഡിസിൻ, ബാച്ചുലർ ഓഫ് സർജറി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ MBBS പറ്റി ഒന്ന് കുറച്ച് പറയാമോ? ഇത് എത്ര വർഷം കോഴ്സാണ്? എനിക്കറിയാം, അതെന്തോ ചിലർ പറയാം 9 വർഷം എടുക്കും, അതെന്താ ഈ സംഭവം ഡോക്ടർ ആവാനുള്ള? ഈ MBBS പറ്റി ഒന്ന് പറയാമോ? MBBS മെയിൻലി വെച്ചാൽ 5.5 വർഷമുള്ള കോഴ്സ്. അതിൽ ആ 5.5 വർഷത്തിൽ 4.5 വർഷം നമ്മുടെ അക്കാഡമിക് കോഴ്സും പിന്നെ 1 വർഷം കമ്പൾസറി റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് എന്നും പറയും. അപ്പോൾ ആ 4.5 വർഷത്തിൽ നമുക്ക് 4 years ആണ് ബേസിക് ഉള്ളത്. ഫസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് വർഷമായിരിക്കും, സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ അടുത്ത 1.5 വർഷം. അപ്പോൾ ഒരു മിനിറ്റ്, സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ 1.5 വർഷമാണ്, അല്ലാണ്ട് 1 വർഷമല്ല? 1.5 വർഷം, അതന്നെ സെക്കൻഡ് ഇയർ നമ്മൾ പറയും, പക്ഷെ 1.5 വർഷമാണ്. പിന്നെ തേർഡും ഫോർത്ത് ഇയർ 1 വർഷം വീതം ഉണ്ടാവും. ഈ 4.5 വർഷം കഴിഞ്ഞാൽ നമ്മൾ MBBSന്റെ ഫൈനൽ എക്സാം എഴുതും. ഫൈനൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടും. എന്ന് വെച്ചാൽ നമുക്കൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ബട്ട് നമ്മൾ ഒന്നെങ്കിൽ പഠിച്ച കോളേജ് അല്ലെ വേറൊരു കോളേജിൽ 1 വർഷം കമ്പൾസറി ഇന്റേൺഷിപ്പ് ചെയ്യണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ഹൗസ് ഏജൻസി എന്ന് പറയുന്നത്. അതാണ് ഈ 1 വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സർവീസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പോയിട്ട് നമ്മൾ 1 വർഷം സെർവ് ചെയ്യും, അപ്പോൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 5.5 വർഷമാണ് MBBS കോഴ്സ് ഉള്ളത്. പിന്നെ പലരും പറയും 9 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ആരും MBBS നിർത്താറില്ല, ഡോക്ടറെ കഴിഞ്ഞാൽ നിർത്താറില്ല. അപ്പോൾ ഈ MBBS ആണ് നമുക്ക് ബേസിക്കലി 5.5 വർഷം ഉള്ളത്. പിന്നെ കുറേ പേര് പറയാറുണ്ട് 9 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ആരും MBBS കഴിഞ്ഞ് നിർത്താറില്ല അവരുടെ സ്റ്റഡീസ്. MBBS കഴിഞ്ഞിട്ട് ഫെർദർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യും. എന്ന് വെച്ചാൽ PGക്ക് പോകും. നമ്മളിപ്പോൾ UG ആണല്ലോ കഴിഞ്ഞത്. അപ്പോൾ PG നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെഡിസിനിൽ ചെയ്യാം, അല്ലെങ്കിൽ സർജറിയിൽ സ്പെഷ്യലൈസ് ചെയ്യാം.
പിന്നെ അത് കഴിഞ്ഞിട്ടും നിർത്തിയില്ല, നമുക്ക് വേണേൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകും. അതാണ് എല്ലാവരും ന്യൂറോളജി, കാർഡിയോളജിയും പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ മൊത്തം കൂടി ഒരു 9-10 വർഷമൊക്കെ ആയിന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ MBBS ഡോക്ടർ ആവാനുള്ള സംഭവം 5.5 വർഷം, അത് കഴിഞ്ഞിട്ട് PG, പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി, അങ്ങനത്തെ. അപ്പൊ തന്നെ കുറെ ആൾക്കാരെ ഡൗട്ടൊക്കെ മാറി നിൽക്കുന്നു. നമ്മൾ 9 വർഷമാണോ ശരിക്കും എടുക്കുന്നത്, അല്ലെ 3-4 വർഷമാണോ, ഒക്കെ ക്ലിയർ ആയില്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അപ്പൊ നിക്കേത് സാർ നീറ്റ് ക്രാക്ക് ചെയ്തോണ്ടല്ലേ എയിംസിലൊക്കെ കയറിയത്. അപ്പൊ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണം, എന്താണ് അതിന്റെ ഒരു സീക്രട്ട്, അല്ലെ എല്ലാവർക്കും അറിയാത്തൊരു കാര്യം എന്താ, നീറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം? ഇപ്പൊ നീറ്റ് എക്സാം നമുക്കറിയാം, ആദ്യം CBSE ആയിരുന്നു നടത്തിയിരുന്നു, പിന്നെ അതിപ്പോൾ മാറി NTA എടുത്തു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ NTA എടുത്തതിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ചാൽ നീറ്റ് ഭയങ്കര എളുപ്പമായി. എല്ലാവരും പറയുന്നുണ്ട് നീറ്റ് ഭയങ്കര ടഫ്, അങ്ങനെ പൊക്കി അങ്ങനത്തെ ഒരു വാക്ക് വന്ന് നീറ്റിന്. പക്ഷെ സത്യം പറഞ്ഞാൽ നീറ്റ് അത്ര ഡിഫിക്കൽട്ട് അല്ല. കാരണം ഇപ്പം എന്താ NTA എടുത്തതിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ചാൽ പ്യൂർലി NCERT ബേസ്ഡ്. നമ്മൾ +2 പരീക്ഷയ്ക്കും നമ്മൾ CBSE പരീക്ഷയ്ക്കൊക്കെ NCERT മാത്രമല്ലേ പഠിക്കുന്നത്. അത് വൃത്തിക്ക് പഠിച്ചാൽ മതി നിങ്ങൾക്ക് നീറ്റ് പാസ്സാവാൻ. ഇപ്പോൾ ബയോളജി പറയുകയാണെങ്കിൽ നമ്മൾ +1 അല്ല +2 എക്സാമിനെ പഠിക്കുമ്പോൾ 1-2 ചാപ്റ്റർ നിങ്ങളൊന്ന് റഫായി വായിച്ചാൽ ഒരു ജനറൽ ഐഡിയ കിട്ടും. പിന്നെ പരീക്ഷയ്ക്ക് നമുക്ക് തള്ളി മാർക്ക് കിട്ടിക്കാം, അല്ലേ? നമുക്ക് +1 +2 അതാണ് വേണ്ടത്, മാർക്ക് വേണം. പക്ഷേ നീറ്റിന് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ആണ്. ഒരു ക്വസ്റ്റ്യന് അവിടെ ഒരു ഡെഫിനിറ്റ് ആൻസർ താഴെ ഉണ്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്, നീറ്റ് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയല്ലേ ആവേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, അതിന്റെ ആൻസർ നിങ്ങളുടെ മുമ്പിൽ ചൂസ് ചെയ്താൽ മതി അല്ലേ? അതന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബയോളജി മാർക്ക് പോകാൻ പാടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ റഫായി പഠിച്ചില്ലേ നമ്മൾ +1 +2 പരീക്ഷയ്ക്ക് വേണ്ടി, അത് ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് വായിച്ചുകൊണ്ടിരിക്കണം, ഓരോ ലൈനും ഓരോ സെന്റൻസും. കാരണം എല്ലാ സെന്റൻസും ക്വസ്റ്റ്യനായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നീറ്റിന്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ബയോളജിന്റെ പ്രത്യേകത. എല്ലാ സെന്റൻസും ക്വസ്റ്റ്യൻ ആവാം. കാരണം ബയോളജിയിൽ കാൽക്കുലേഷൻ ഒന്നും വരില്ലല്ലോ അല്ലെ? 1-2 ചാപ്റ്ററിൽ ചെറിയ കാൽക്കുലേഷൻ, അതും ബേസിക് മാത്സ് മാത്രം, കൂടുതലൊന്നും പോകണ്ട. നിങ്ങൾ എഞ്ചിനീയറിംഗിനെ പഠിക്കുന്ന പോലെ ഒന്നും പഠിക്കണ്ട, അത് വേറെ ലെവലാണ്. നീറ്റ് അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. ബയോളജി പ്രത്യേകത എന്താ വെച്ചാൽ റിപ്പീറ്റഡ് റിവിഷൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ചാപ്റ്ററും ഫുൾ NCERT ബുക്ക് മിനിമം, ഞാൻ പറയാം ഞെട്ടരുത്, നിങ്ങൾ മിനിമം 10 പ്രാവശ്യം വായിച്ചിരിക്കണം. +1 +2 NCERT 10 പ്രാവശ്യം വായിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എല്ലാ സെന്റൻസിനും ക്വസ്റ്റ്യൻ വന്നാൽ ഉടനെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഫിസിക്സ് ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നറിയാം. കെമിസ്ട്രി നിങ്ങൾ എന്താ പറയുക, ഇനോർഗാനിക് വരുമ്പോഴാണ് ബയോളജി പഠിച്ച പോലെ പഠിക്കേണ്ടത്. ഓരോ സെൻറ്റൻസും ഇങ്ങനെ വായിച്ച് ഓരോ വാല്യൂസ് അതൊക്കെ അറിഞ്ഞിരിക്കണം. ഓർഗാനിക് ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാം, അതേപോലെ ബാക്കി. പിന്നെ ബയോളജി നിങ്ങൾ എല്ലാത്തിലും മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡയഗ്രാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എല്ലാ ഡയഗ്രാംസിലും എല്ലാ ലേബിളിങ്ങും എന്താണ് ഡയഗ്രത്തിന്റെ പേരെന്നുള്ളതും കൂടെ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ നിക്കേത് സാർ ആദ്യം നീറ്റ് വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു, പിന്നെ 10 പ്രാവശ്യം വായിക്കണം ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന്. അപ്പൊ ഇപ്പൊ തന്നെ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടാവും. +1 +2 ടെക്സ്റ്റ് ബുക്കിന് പുറമേ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ പഠിക്കണം. അപ്പൊ ക്ലിയർ ആയത് ഉള്ള ടെക്സ്റ്റ് ബുക്ക് 10-15 പ്രാവശ്യമൊക്കെ വായിക്കുക, എന്നിട്ട് എല്ലാ കാര്യവും ഓർത്തിരിക്കുക. പിന്നെ ചിലർക്ക് അറിയാത്തവരോട് ഞാൻ പറയാം, നീറ്റ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയാണ്. നമ്മുടെ എൻട്രൻസ് പോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും, അങ്ങനെ തന്നെയാണ് എനിക്ക് സാർ. അപ്പം നമ്മുടെ ആൻസർ അവിടെ ഉണ്ടാവും, നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ കുറെ പ്രാക്ടീസ് ചെയ്യാണ് ആ ടൈപ്പ്. അപ്പൊ നമ്മൾക്കിപ്പം നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള സീക്രട്ട് കിട്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി അല്ലേ? അതെ, ഇഷ്ടപ്പെട്ടാലൊന്നും കിട്ടാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇനി എല്ലാവരും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ 10th കഴിഞ്ഞു, ബയോളജി ഒക്കെ എടുക്കാം, പക്ഷെ ഞാൻ ഡോക്ടർ ആവണോ, എന്നെ കൊണ്ട് അത് പറ്റുമോ? അപ്പൊ നിക്കേത് സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് ഡോക്ടർ ആവേണ്ടല്ലേ? എന്തെങ്കിലും പ്രത്യേക ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ നിക്കേത് സാറിനല്ല? ഇപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ ഒന്നാമത് നിങ്ങൾക്ക് ആ ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് വേണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് സ്റ്റിൽ പാസ്സാവാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും, പക്ഷെ പിന്നെ നിങ്ങൾ ആ കോഴ്സ് കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി തുടങ്ങും. കാരണം താല്പര്യമില്ലാത്തൊരു സാധനം പഠിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സബ്ജക്ട്സ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, അപ്പോൾ ബയോളജിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ മെയിനായി പറയുന്നത്. നിങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ കിട്ടിയെന്നില്ല, പക്ഷെ വായിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും ബയോളജി, കൂടുതൽ അറിയാനും. നമ്മൾ നെറ്റിലൊക്കെ പോയി ബയോളജിയിലെ പല ടോപ്പിക്സിനെ പറ്റി നോക്കുകയും ചെയ്യും. അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ബയോളജി ഇഷ്ടമാണ്, അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യമുണ്ട്. മാർക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ബോട്ടണി ഒന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, സുവോളജി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. സുവോളജി തന്നെ ഹ്യൂമൻ ഫിസിയോളജി ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി, എനിക്ക് എങ്ങനെ ഹ്യൂമൻ ഫിസിയോളജിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. അങ്ങനെ പോയി കുറേ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മെഡിസിൻ എന്ന് പറഞ്ഞ ഫീൽഡിലായിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് അറിയേണ്ട സാധനങ്ങൾ അറിയണമെങ്കിലും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ മെഡിസിൻ ഫീൽഡിൽ തന്നെ കയറുന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾക്കും അതുപോലൊരു റിയലൈസേഷൻ വേണം. എന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് പറ്റിയത്, ഇത് ചെയ്താലാണ് എനിക്ക് താല്പര്യമുള്ള ഒരു ജോലിയിലേക്ക് എത്തിപ്പോകാൻ പറ്റുന്നത്. പിന്നെ ഡോക്ടർ എന്നുള്ള ഒരു ഫീൽഡിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്, എപ്പോഴും നിങ്ങൾക്ക് വേണ്ട പോലെ കാര്യങ്ങൾ നടന്നു വരണമെന്നില്ല. ഭയങ്കര ഒരു ഡിമാൻഡിങ് ആയിട്ടൊരു ഫീൽഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫെയിലിയേഴ്സും വന്നു തരും. പക്ഷേ അത് കാരണം തളരാൻ പാടില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു 10 വർഷമുള്ള കോഴ്സാണ്. അതന്നെ ഭയങ്കര ഡിമാൻഡിങ് ആണ്. 10 വർഷം നിങ്ങൾ തീർത്ത് കഴിയുമ്പോഴത്തേക്കും അതന്നെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്റ്റിൽ കോളേജിൽ തന്നെ ആയിരിക്കും ഇരുന്ന് പഠിക്കുക. 3 വർഷമാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി, ബിടെക് എന്ന് പറയുമ്പോൾ 4 വർഷം, പിന്നെ ഇപ്പൊ 5 വർഷം ഇന്റഗ്രേറ്റഡ് കോഴ്സ്, പിന്നെ ഇതിനെക്കാട്ടും വലിയ കോഴ്സാണ് ഡോക്ടർ ആവാനല്ലേ. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ തളരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ തീർക്കും. ഇത് തീർത്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാലോ. എൻജോയ് ചെയ്യുകയാണെങ്കിലും സ്റ്റിൽ കോൺസിക്വൻസസ് ഉണ്ടാവും നമ്മുടെ ഫീൽഡിന്റെ. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിരിക്കണം നിങ്ങൾ. അതിനുള്ളൊരു മെന്റാലിറ്റി നിങ്ങൾ ഉണ്ടാവും. പിന്നെ ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താ അവസ്ഥ. പാൻഡമിക് കാരണം ഡോക്ടേഴ്സിന് വേണ്ടി ഭയങ്കര ഡിമാൻഡിലുള്ളതാണ്. ഡോക്ടേഴ്സാണ് ഇപ്പോൾ ഡിമാൻഡിലുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഒരു പബ്ലിക്കിൻ്റെ സെർവൻ്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അതാണ് MBBS നിങ്ങളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും, ഡോക്ടറായിട്ട് കുറെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേറ്റസ് ആയിട്ട് ലീവ് ചെയ്യാം. അത് മാത്രമല്ല അതിന്റെ റിയാലിറ്റി. ഇപ്പൊ നിക്കേത് സർ പറഞ്ഞ പോലെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കുറേ പഠിക്കാനുണ്ടാവും, നല്ല സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അത് എൻജോയ് എങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ആ സെർവിങ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു മിഷനോടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയല്ല നിക്കേത് സർ? അതെ. ഓക്കെ, എനിക്ക് നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാണ്ട് ഒരു ഡോക്ടർ ആകാൻ പറ്റുമോ? നമ്മൾ കേൾക്കില്ലേ ഹോമിയോപ്പതി, ആയുർവേദ, അതൊക്കെ എങ്ങനെയാ വരുന്നത്? നീറ്റാണ് നമ്മളെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, MBBS, BDS, ഫാർമക്കോളജി, പിന്നെന്താ നഴ്സിംഗ്, അതിനെല്ലാത്തിനും നീറ്റ് എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് കോളേജസിൽ വരെ ചിലർക്ക് തോന്നും പ്രൈവറ്റ് ആണ് നീറ്റ് എഴുതേണ്ടി വരില്ല, കയറി പോകാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഏത് മെഡിക്കൽ കോളേജിലാണെങ്കിലും നിങ്ങൾ നീറ്റ് എഴുതിയിട്ടേ പാസ്സാകാൻ പറ്റും. ചിലവരുണ്ട് നീറ്റ് എഴുതാണ്ട് ഡോക്ടർ ആവുന്ന, പക്ഷെ അത് ഒന്നാമത് ലീഗലല്ല. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ മെഡിസിന് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് MBBS ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാ? ഈ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? അതിൽ ഏതാണെങ്കിൽ ഏത് കോളേജാണ് ഏറ്റവും ബെസ്റ്റ്? കുറേ പേര് പറയാറുണ്ട് ഗവൺമെന്റ് കയറിയിട്ടേ കാര്യമുള്ളൂ. അതിൽ ഒരു ടു എൻ എക്സ്റ്റെൻറ്റ് സത്യമാണ്, ഗവൺമെന്റ് ആണ് നല്ലത്. കാരണം എന്താ പറയുന്നത് വെച്ചാൽ, ഗവൺമെന്റ് കോളേജസ് ആകുമ്പോൾ അവിടെ കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവും. കാരണം ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ പേഷ്യൻസ് കൂടുതലും ഗവൺമെന്റ് കോളേജസിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ കേസസിനോടും നേരത്തെ തന്നെ കുറേ എക്സ്പോഷർ കിട്ടും. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും നമ്മൾ പുറത്തിറങ്ങാൻ പോകുന്ന കോളേജിൽ നിന്ന്. എന്ന് വെച്ച് പ്രൈവറ്റ് നിങ്ങൾ മോശമെന്ന് പറയാൻ പാടില്ല. പല പ്രൈവറ്റ് കോളേജസ് ഉണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ റേറ്റ് കുറഞ്ഞായിട്ട്, അതേ കാരണം തന്നെ കുറേ പേഷ്യൻസും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ പ്രൈവറ്റിന് ഒരു ഡിമെറിറ്റ് എന്താ വെച്ചാൽ ഫീസ് ആയിരിക്കും. അവിടുത്തെ അക്കാഡമിക്സിനുള്ള ഫീസ് ലേശം കൂടുതലായിരിക്കും. അത് പറ്റാത്തവരാണ് ഗവൺമെൻറ്റിലേക്കും വരുന്നത്. ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ആ ഒരു അവൈലബിലിറ്റി, നിങ്ങളുടെ ഫൈനാൻസ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രൈവറ്റ് അല്ലെ ഗവൺമെൻറ് എന്നുള്ള കോളേജസ് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ നിക്കേത് സാർ ഒരു ടോപ്പ് 5 കോളേജ് പറയുകയാണ്, മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരിക? നിക്കേത് സാറിന് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിലെ കോളേജസ് ഏതൊക്കെയാണ് മെഡിസിൻ ചെയ്യാൻ? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് കോളേജസും പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഗവൺമെൻറ് തന്നെ ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞ കുറേ കോളേജസ് ഉണ്ട്. അതിലാണ് നമ്മൾ എയിംസ്, ജിപ്മർ ഒക്കെ പെടുന്നത്. അപ്പോൾ ടോപ്പ് പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ എപ്പോഴും കിടക്കുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് ഡൽഹിയാണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവിടെയാണ് എല്ലാ നീറ്റ് എഴുതുന്ന ആൾക്കാരുടെയും ഒരു ഗോള്. എന്ന് വെച്ചാൽ അവർ നീറ്റ് കഴിഞ്ഞ് കൗൺസിലിങ്ങിൻ്റെ ടൈം വരുമ്പോൾ അവരുടെ ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവും എയിംസ് ഡൽഹി ആയിരിക്കും. കിട്ടുന്ന ഷുവറാണെങ്കിലും കിട്ടിയില്ല എന്ന ഷുവറാണെങ്കിലും അതൊരു ചടങ്ങ് തന്നെയാണ്. ഫസ്റ്റ് എയിംസ് ഡൽഹി നമ്മളിടണം. പിന്നെ ജിപ്മർ ഉണ്ട് പോണ്ടിച്ചേരി ഉള്ളത്, അത് ഭയങ്കര അടിപൊളി കോളേജാണ്. പിന്നെ CMC വെല്ലൂർ, അതൊക്കെ നല്ല കോളേജസാണ്. പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് തന്നെയല്ല, കേരളത്തിൽ തന്നെ ഉണ്ട് നമുക്ക് കുറേ നല്ല കോളേജ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അങ്ങനത്തെ വരും. അപ്പോൾ ഡൽഹിയിലോ ഭുവനേശ്വറിലോ അല്ലെങ്കിൽ ജിപ്മറിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ, സ്വന്തം കേരളത്തിൽ തന്നെ കോഴിക്കോട്, ട്രിവാൻഡ്രം, അങ്ങനെ കുറേ മെഡിക്കൽ കോളേജ് ഉണ്ട്, വളരെ നല്ലതാണ്. ബേസിക്കലി നിക്കേത് സാർ പറഞ്ഞ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഫീസ് കുറയും, പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ പേഷ്യൻസ് കിട്ടും. നിങ്ങളൊരു ഡോക്ടർ ആകുമ്പോൾ നല്ല പ്രാക്ടീസ് വേണം, നല്ല എക്സ്പീരിയൻസ് വേണം. അതെവിടെ കിട്ടും? നല്ല മെഡിക്കൽ കോളേജസ് കിട്ടും, കാരണം കുറേ പേഷ്യൻസ് ഉള്ളതുകൊണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ടാവും കോളേജസ് കഴിയുമ്പോൾ, അല്ലേ? അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഡൗട്ടൊക്കെ, മെഡിസിൻ ഫീൽഡ്, MBBS എന്തോ മെഡിസിന് ബാക്കിലോറിയസ് എന്തോ ഒരു സംഭവം, അതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിക്കേത് സാർ ഈ സെഷനിൽ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനിയും ഡൗട്ട് ഉള്ളവർക്ക് നമ്മുടെ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലൈവ് സെഷൻ ഉണ്ടാവും. നിക്കേത് സാറും വേറെ കെവിൻ ജേക്കബ് സാറും ഓൾ ഇന്ത്യ റാങ്ക് മേടിച്ച കുറേ ഡോക്ടേഴ്സ് ആയിട്ടും. ഓക്കെ, നിക്കേത് സാർ ഗുഡ് ബൈ. അപ്പോൾ നീറ്റ് എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ലൈവ് സെഷൻസ് ഉണ്ടാവും, അവിടെ മീറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യും. ഓക്കെ, അപ്പൊ നിക്ക് എത്ര പറഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള സെഷൻസ് നമുക്ക് കാണാം. ഓക്കെ, ബൈ.